ഇപ്പം ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ കഴിഞ്ഞ 4-5 വർഷം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ ഭയങ്കര ഷോക്ക്. നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴേ ആരും പറഞ്ഞു തരുന്ന എല്ലാ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ലിലിയൻ സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കാർ ഇവന്റ് വന്നയാ. ഇവന്റിന് ഇൻവൈറ്റ് കിട്ടിയ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇവർ ത്രൂ ഫൈനാൻസ് അപ്ലൈ ചെയ്തപ്പം കിട്ടിയില്ല, റിജക്റ്റായി. അങ്ങനെ അവരെൻ്റെ ഇമെയിൽ ഫോയിൽ ആഡ് ചെയ്ത് അങ്ങനെ ഒരു ഇവൻറ്റ്സിനെ പറ്റി അയച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ റിക്വസ്റ്റ് കിട്ടി. പക്ഷേ ബൈ ദ ടൈം എനിക്ക് വണ്ടി കിട്ടിയില്ലായിരുന്നു. കാരണം വണ്ടി കിട്ടിയാൽ മാത്രമേ റിക്വസ്റ്റ് ആയിട്ട് അവരിവിടെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഐ വെയിറ്റഡ്. വേറെ കമ്പനി ത്രൂ ഫൈനാൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ആ വണ്ടി എടുത്ത് ഇവിടെ കാണിച്ചപ്പോഴാണ് അവർ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെ ഇവിടെ വന്നു. എല്ലാം അടിപൊളി വണ്ടികൾ. നമ്മളെ വണ്ടി ഒരു എന്താ പറയുക, വണ്ടിയെപ്പറ്റി അറിയാത്ത ആൾക്കാർക്കും അറിയാവുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തു വണ്ടി. അപ്പോൾ അതുകൊണ്ട് കാണാൻ കൊള്ളായിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. كم جاد من فضله قبل السؤال. ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാസ് വേറെ കാറ്റഗറി തന്നെയാണ്. അതായത് നമ്മൾ ഈ സാധാ ഈ കിടക്കുന്ന വണ്ടികളുടെ കാറ്റഗറി അല്ലാത്ത ഇതിൻ്റെയൊക്കെ ഒരു 4 ഇരട്ടി വിലയുള്ള 3-4 വണ്ടികളുണ്ട്. അപ്പോൾ ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കിടക്കുമ്പോൾ എല്ലാം ഒരുപോലെ കിടക്കുകയാണ്. പക്ഷേ പ്രൈസ് ഡിഫറൻസ് ഹ്യൂജ് ആണ്, ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പം ഇവൻ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാനും വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ വന്നു, ഫുഡ് കഴിച്ചു, കാറൊക്കെ നോക്കി, നെറ്റ്വർക്ക് ചെയ്തു, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് 2-3 കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇപ്പം റെൻ്റൽ കമ്പനി നടത്തുന്ന ആൾക്കാരാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ പല പല ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ ത്രൂ കണക്ട് ചെയ്ത് ഹോപ്പ്ഫുള്ളി വിൽ ഗെറ്റ് സം ബിസിനസ് ഡൺ.